വണ്ടികൾ പോകുമ്പോ ഇടത്തോട്ടൊരു നോട്ടം നോക്കും എല്ലാവരും. 150 വെറൈറ്റികൾ ഈ വർഷം കൂടുതലുണ്ട് ഇറക്കിയിട്ടുണ്ട്. ഒരു വട്ടം ഷൈക്കൻഡ് കൊടുത്താണ്, വീണ്ടും ഷൈക്കൻഡ് കൊടുക്കണം. ചുനി ഗോസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗാളിലത്തൊരു പന്ത് കളിക്കാരല്ലേ. ഈ മഞ്ഞ കളറ് ലീഫിൽ വരും, അത് അതിന്റെ കേടല്ല. ഇത് കാണുമ്പോ എല്ലാതും ഒരുപോലെ പൂക്കളൊക്കെ കുനേരായിട്ട് നിക്കണേ. ഒരു വർഷം കൊണ്ട് വളർന്നതാണ് ഇത്ര. ചായയൊക്കെ പോലെ ഇത് സ്ക്വയർ പോട്ടുകളാണ് ബോൺസായിക്ക് പറ്റിയത്. 700 ഭയങ്കര ലാഭമാണല്ലോ. കാല് ഞാൻ പുറത്തു കൊടുക്കാനാ. അടിയെ പോവാൻ നല്ല രസമായിരിക്കും. ഞങ്ങളുടെ സ്ട്രെങ്ത് ഇവരാണ്. എന്റെ ഭാഗം എനിക്ക് പ്രൂവ് ചെയ്യണല്ലോ. പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാ. ഇതൊരു ഇൻസിഡന്റ് ഇപ്പൊ റീസെന്റ് ഉണ്ടായ സംഭവമാണ്. അത് മനസ്സിന് വലിയ വിഷമമായി. അത് പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ തൃശ്ശൂർ കുന്നംകുളം റോട്ടിലൂടെ പോകുമ്പോൾ കേച്ചേരി കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ എല്ലാ വാഹനങ്ങളിൽ പോകുമ്പോൾ ഇടതുവശത്തേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉടക്കും. കടലാസ് പൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആകെ 2 വട്ടം വന്നിട്ടുണ്ട് ഇവിടേക്ക്. അപ്പൊ ഈ കടലാസ് പൂ എന്ന് പറഞ്ഞ നയാര പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കടലാസ് പൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പൊ വണ്ടികൾ പോകുമ്പോ ഇടത്തോട്ടൊരു നോട്ടം നോക്കും എല്ലാവരും, ഇവിടുന്ന് കേറി കാണാനും വെച്ചിട്ട്. 2 പ്രാവശ്യം നമ്മള് വാങ്ങാനാ വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം വാങ്ങാനല്ല, കാണാൻ വേണ്ടിട്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ ഇക്കൊല്ലം നമ്മളുടെ ഡയസ് ചേട്ടൻ പ്രിയ ചേച്ചി വിളിച്ചു, എന്തേ ഈ കൊല്ലം വരുന്നില്ലേ നിങ്ങൾ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു വരണോ, പിന്നെ വരാണ്ട് ഇപ്പൊ 150. ഇത് കഴിഞ്ഞ കൊല്ലവും മുന്നത്തെ കൊല്ലവും കണ്ടപ്പോ തന്നെ നമ്മള് ഞെട്ടി ബോധം പോയിണ്ടായിരുന്നു ഇവിടെ കണ്ടിട്ട്, ഇവിടുത്തെ വെറൈറ്റികൾ കണ്ടിട്ട്. അതിനേക്കാളും 150 വെറൈറ്റികൾ ഈ വർഷം കൂടുതലുണ്ട് ഇറക്കിയിട്ടുണ്ട്. മൊത്തം 500. അപ്പോ അല്ല, അതൊക്കെ അവര് പറയും എത്ര ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട്. അപ്പോ വരാൻ പറഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായി. കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് ഇവര് പറയും, നമുക്ക് കൃത്യമായിട്ട്. പിന്നെ പിന്നിലേക്കൊക്കെ കൂടുതലാക്കി, പിന്നിലൊക്കെ നോക്കിയേ ഇവരിവിടെ ഉണ്ട് കേട്ടാ. ഒരു വട്ടം ഷൈക്കൻഡ് കൊടുത്താണ്, വീണ്ടും ഷൈക്കൻഡ് കൊടുക്കണം. അപ്പോ കടലാസ് പൂവിന്റെ ഗാർഡനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമുക്ക് കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരു 150 അബവ് വെറൈറ്റീസ് നമുക്ക് കളക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെയിലിലേക്ക് അത്ര അധികം ഒന്നും വന്നിട്ടില്ല. ഇതൊരു പുതിയ വെറൈറ്റി തന്നെയാണ്. ചുനി ഗോസ്വാമി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമ്മളുടെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് ഇന്ത്യൻ ഒറിജിനാണ്. ചുനി ഗോസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽക്കട്ട ബംഗാളിലത്തൊരു പന്ത് കളിക്കാരല്ലേ. അതെ, അതെന്ന് വെച്ചാൽ അമിതാഭ് മുഖർജി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇന്ത്യൻ പേരുകളിൽ ഇട്ടിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ചെടിയാണ്. നല്ല ഫ്ലവറിങ് ആട്ടാ, നല്ലോണം പൂക്കളുണ്ടാവും. പക്ഷെ ഇന്ത്യനാണ്. അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ എല്ലാവർക്കും തായ്ലാൻഡ്, മലേഷ്യ അങ്ങനത്തെ വെറൈറ്റികളോട് ഒരു അമിതഭ്രമുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യനാണെന്നുള്ളൊരു ഇത് മാത്രമല്ല, ഇതൊക്കെയും നമ്മളുടെ പുതിയ ആളുകൾ തന്നെയാണ്. ഗോൾഡൻ ബ്രസ, ഗോൾഡൻ സക്കൂറ, ഇത് പിങ്ക് പാന്തർ, തേവ, ഇതിൻ്റെയൊക്കെ ഫ്ലവറിങ് നല്ല രസം. ഇപ്പോൾ ഒരു ഫ്ലവറിങ് കഴിഞ്ഞാൽ അടുത്ത മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ഇതൊക്കെ ഇപ്പോൾ മൊട്ടുകളാണ്. ഇതിലത്തേത് കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഗോൾഡൻ എന്ന് പറയുന്നതിന് ഈ മഞ്ഞ കളറ് ലീഫിൽ വരും, അത് അതിൻ്റെ കേടല്ല, അതാണ് വെറൈറ്റി. ഇതിൻ്റെ കണ്ട, ഇതിനും മഞ്ഞ കയറി വരും. സക്കൂറ എന്ന് പറയുന്നതിന് ഗ്രീൻ ആയിരിക്കും, ഇതായിരിക്കും. ഗോൾഡൻ എന്ന് പറയുമ്പോൾ ഈ കളർ കയറി വരും. അതുപോലെ തന്നെ ഇതൊരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വെറൈറ്റിയാണിത്. SSB പർപ്പിള്, SSB പർപ്പിൾ, SSB വൈറ്റ്, അങ്ങനെ വെറൈറ്റികളുണ്ട്. വലുതാവാനും ബുദ്ധിമുട്ടാണ്, കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വേരുകൾ നാശമായത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുമ്മേ പിടിപ്പിച്ച അന്നത്തെ ചെടികളാണിത്. ഇതൊക്കെ അല്ല, നമ്മുടെ അന്ന് നാശായ ബോഗൻവില്ലില്ലേ, അതിന്റെ വേര് വെച്ചിട്ട് ഞാൻ അന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ചെറുതായിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കൊല്ലം നിറച്ച് പൂവായിരുന്നു, ഇപ്പൊ പൂ കൊഴിഞ്ഞ് അടുത്തത് വന്നോണ്ടിരിക്കുക. അതൊക്കെ അത് തന്നെ കഴിഞ്ഞ വർഷം കണ്ടോരന്നെ അവര്. പക്ഷെ ഇപ്പൊ അവര് വലുതായി, ചെടിയൊക്കെ നല്ല വലുതായി. ഇതിന്റെ ശരിക്കും ആ ഷെയ്ഡാ വരിക കേട്ടാ. അതൊരു പുതിയ വെറൈറ്റി തന്നെയാണ്. സിറിയൽ മിൽക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. അതെന്ന് വെച്ചാൽ ഈ ഷെയ്ഡ് വരുമ്പോൾ അത് പാർഷ്യലായില്ലേ, സൺലൈറ്റിന് കുറവല്ലേ. അപ്പൊ അതിന്റെ കളറിൽ വരുന്ന ഒരു വേരിയേഷനാണ് ഇത് ഒരു ഫോക്സ് ടെയിൽ പിങ്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ഗ്രാഫ്റ്റിങ്ങിന് ഇവിടെ ഉടമസ്ഥരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പഠിച്ചിട്ട് ചെയ്ത ആളാണ്, പുള്ളി ചെയ്ത ഗ്രാഫ്റ്റാണ് അത്. ഇതിൽ 5 എണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയെ പഠിച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗ്രാഫ്റ്റാണ് അത്.
ഇതൊക്കെ അങ്ങനെ അന്നത്തെ കളക്ഷൻ ഈ ഫീൽഡിലേക്ക് ആള് ഇറങ്ങി തുടങ്ങിയില്ലേ? ആള് രസമല്ലേ നമ്മളൊരു പുതിയ കാര്യം പഠിക്കാന്ന് പറഞ്ഞത്. അന്ന് കണ്ട നഷ്ടപ്പെട്ടു പോയ അതില് ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തതാണിത്. ഇതിലിപ്പോ ഒരു 9 ആന്ധ്രയെന്ന് പറഞ്ഞതല്ല, വേറെ ഒരു നാശായ ചെടിയുടെ ഇതാ. ആന്ധ്രയെന്ന് പറഞ്ഞ സാധനങ്ങൾ കിട്ടി, പക്ഷെ അതിന്റെ ലൈഫ് പോയി. കാരണം അങ്ങറ്റത്ത് പാടത്ത് ചെന്ന് അടിഞ്ഞു കിടക്കായിരുന്നു. കിട്ടിയില്ല ഇത് ലാസ്റ്റ്. പക്ഷെ അത് വെള്ളത്തിൽ കൊറേ കിടന്നില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ചിട്ടുണ്ടാവും, നാശായി. പിന്നെ എങ്ങനെ പോയ ഇവരൊക്കെയും പുതിയ ആൾക്കാരെന്നെ. അദർണ മൂൺലൈറ്റ് എന്ന് പറയുന്നതാണ്. ഇവരുടെ കളർ കുറേയും കൂടെ ഡാർക്കാണ് കേട്ടോ. അത് കൊഴിയാനായ പൂക്കൾ, നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെ അവർ വിരിയ. അത് ഇവിടെ ഈ സൺലൈറ്റിന്റെ കുറവുണ്ടാവും, ഈ കുറവും ഇതൊക്കെ കൊഴിയാനായത്. അത് വിരിഞ്ഞ് ഫുള്ള് കഴിഞ്ഞതാണ്. ഇത് ഇങ്ങനെ വിരിഞ്ഞ് വരും, നല്ല കളറിലാണ് വരും. പിന്നെ കൊഴിയാനാകുമ്പോഴാണ് ഈ ഷെയ്ഡ് വരുന്നത്. അവര് ഇതിൽ 3 വെറൈറ്റി കാണും. അദർണ ഉണ്ടാവും, അദർണ ഓറഞ്ചിന്റെ, അദർണ മൂൺലൈറ്റ്. അദർണ അതൊരു എനിക്കിത് കാണുമ്പോ എല്ലാതും ഒരുപോലെ അല്ല, നേരിയ വ്യത്യാസങ്ങളുണ്ട്. ഇലയ്ക്ക് വരുന്ന മാറ്റായിരിക്കാം. ഇലയും പൂവിലും ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരു ചെടിമേനെ കുറേ തരം. അപ്പൊ ഞാൻ 9 ഗ്രാഫ്റ്റ് ഉണ്ട്. പൂക്കൾ വരുമ്പോഴേ അറിയുള്ളൂ. അതെ, ഇപ്പൊ നമ്മുടെ ചെടികളിലൊക്കെ പ്രായവും കൂടി വലിപ്പവും കൂടി. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം അവരെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത്. അല്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിന്റെ ഒക്കെ ഭയങ്കര മാറ്റായി. ഇവിടെ അറേഞ്ച് ചെയ്തൊക്കെ മാറി. വർഷക്കാലത്ത് പോകുമ്പോഴാണെങ്കിൽ ഇവിടെ ഒരു എനക്കില്ല, അത് പലരും ഒന്നുമില്ല, പച്ചപ്പ് മാത്രം. വളരെ പലരും പറയാ നിർത്തിയില്ലേ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒക്ടോബറൊക്കെ ആകുമ്പോഴാണ് അടുത്ത സീസണിലേക്കുള്ള കാര്യങ്ങൾ. ഇത് നടൽ അവിടെ നടക്കുന്നുണ്ടാവും, കട്ടിങ്സും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടാവും. പക്ഷെ സെറ്റ് ചെയ്യാ ആ ഒരു സമയത്തൊക്കെയുള്ളൂ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഒക്ടോബറോട് കൂടി ആളുകൾ അറിയുള്ളൂ, ഓക്കെ സെയിൽ ആരംഭിക്കുകയായി. നിർത്തിയിട്ടില്ല. അപ്പൊ ആ ചോദ്യം ഈ വർഷക്കാലം ആവുമ്പോ ഇവിടെ പൂട്ടിടും. അപ്പൊ ഇവിടെ പൂക്കളൊന്നും ഉണ്ടാവില്ല, എല്ലാം കൊഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ആ ആളുകളുടെ ഈ നിർത്തിയില്ലേ എന്നുള്ള ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കുറച്ച് കാശ് ചെലവഴിച്ചിട്ട് UV ഷീറ്റ് ഒക്കെ അടിച്ച് അങ്ങനത്തെ കുറച്ച് ഷെഡ് ബാക്കിലും കുറേ ആക്കിയിട്ടുണ്ട്. നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയും വേണം, വെള്ളം കിട്ടാതിരിക്കുകയും വേണം. അപ്പോഴേ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഈ കാണുന്ന പൂക്കൾ ഉണ്ടാവില്ല, മറിച്ച് ചെടി തിരിച്ചറിയാനുള്ള പൂക്കൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർഷക്കാലത്തും വരുന്ന ആളുകൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സാധിക്കും. ഏതായാലും അതൊരു അറ്റംപ്റ്റ് ആണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് ഒരു വർഷം കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ചെടികളില്ലേ, ഇങ്ങനത്തെ സിമന്റ് പോട്ടുകളിലേക്ക് ആക്കി ബോൺസായി അങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം എന്നാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ വിചാരിക്കണേ. അതിന്റെ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങും. അതെ, എന്ന് വെച്ചാൽ ഈ ചട്ടികളിൽ ആ ചെടി സെറ്റ് ആവട്ടെ. അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം നമ്മൾ ഇക്കൊല്ലം ചെയ്തു വെച്ചാൽ അടുത്ത വർഷം ആകുമ്പോൾ ഒരു അതിൽ സെറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ പ്രൂൺ ചെയ്ത് ഡിസൈൻ ചെയ്തതാ. ഇതിപ്പോ മഴയായിട്ട് കുറെ പൂ കൊഴിഞ്ഞു. ഇത് ഫുൾ പൂക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇലയെ കണ്ടിരുന്നില്ല. ഇവിടെ പുലർച്ചയ്ക്കാ മഴ പെയ്തേ? ഏറെക്കുറെ പുലർച്ചയായിട്ടുണ്ട്. എല്ലാത്തുമ്പിലും ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇതിലിപ്പോ 2 ഷെയ്ഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ചെടികളിനെ ആദ്യം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കളറുകളും വെറൈറ്റികളും ആഡ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോ മിനി ഫോർമോസ എന്ന് പറയുന്ന വെറൈറ്റിയാ. ഇത് അതിനേക്കാൾ വലിയ ഇതളുകൾ ഉണ്ടാവുന്ന ഫോർമോസയാണ്. 2 തരം ഫോർമോസകളാണ്. അത് രണ്ടും ഒരേ കളറായ കാരണം പെട്ടെന്ന് കളർ ഒന്നാണെങ്കിലും വലിപ്പത്തിലും ഡിസൈനിലും വ്യത്യാസമുണ്ട്. ഇത് സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ. ഇതിൽ തന്നെ ഒരു 5-6 ഗ്രാഫ്റ്റ് കാണും. 1 2 3 വേറെ വേറെ അല്ല, സെയിം തന്നെ. അപ്പോഴല്ലേ ഇതൊരു ബഞ്ചായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ അതിന് ഇത്തിരി സമയം എടുക്കും നമ്മള് ഒരു ഫുൾ ഫ്ലറിഷ്ഡ് ആയിട്ട് നമുക്ക് കിട്ടാൻ. അപ്പൊ ഇക്കൊല്ലം തന്നെ നമ്മളതിനെ സെറ്റ് ചെയ്ത് തുടങ്ങി. അപ്പൊ അടുത്ത വർഷം സീസൺ ആകുമ്പോഴത്തേക്കും അവര് നല്ല സെയിൽ ചെയ്യാനുള്ളതല്ല അല്ലേ? അതെ, സെയിൽ ചെയ്യാൻ തന്നെയാ. പക്ഷെ അത് നല്ലപോലെ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുമ്പോഴല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. മഴ പെയ്ത കാരണം പൂക്കളൊക്കെ കുനേരായിട്ട് നിക്കണേ. അതെ, എല്ലാവരും വെള്ളത്തിന്റെ വെയിറ്റ് ഉണ്ട്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇവർക്ക് വേറെ ടൈപ്പ്. അത് പിക്സി അല്ലെങ്കിൽ ജുവൽ 21 എന്ന് പറയുന്ന വെറൈറ്റി.
എനിക്ക് ഇവിടെ ഇത്രയധികം പൂക്കള് കുറെ വെറൈറ്റി പറഞ്ഞതിൽ ഒരു വ്യത്യാസം കാണുമ്പോ കാഴ്ചയിൽ തോന്നിയത് ഇതാ പർപ്പിള്. എന്താ പർപ്പിള്? ജുവൽ 21 എന്നാണ് അതിനെ കോമൺ ആയിട്ട് അറിയണേ. പിക്സി എന്നും അതിനെ പറയും. അതിന്റെ പർപ്പിളാണിത്. ഇത് ബാർബാറ എന്ന് പറഞ്ഞത്. ബാർബാറ ക്രാസ്ത US ഒറിജിനാന്നാണ് എൻ്റെ അറിവ്. ഇത് ഓരോ സ്ഥലങ്ങളിലാണ് അതിൻ്റെ ഇത് എക്സ്പെരിമെൻറ്റ്സ് നടക്കണേ. ഇന്ത്യൻ എക്സ്പെരിമെൻറ്റ്സിലുള്ള കുറേ ചെടികൾ നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ളത് ഒറിജിൻ ഓഫ് കൺട്രി ഏതാണെന്ന് എനിക്ക് അത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. ചിലതിപ്പോൾ പേരും പിന്നെയുണ്ട്. ഇപ്പോൾ പിങ്ക് പാന്തർ തൈവാൻ എന്നാണ്. അതപ്പോൾ അത് തൈവാൻ ഒറിജിനാന്നുള്ളത് നമുക്കറിയാം. ഇത് നമ്മളുടെ സെൽഫി പോയിന്റിൽ വെച്ച ചെടി. സെൽഫി പോയിന്റ് അന്ന് ഇതിലിങ്ങനെ പിടിച്ചു വരുന്നുണ്ടായിരുന്നുള്ള. പിന്നെ നമ്മൾ അതിനെ നിലത്തേക്ക് വെച്ചു, ചെടീനെ നിലത്തേക്ക് വെച്ചു. അതാണ് ഈ ബൊഗൻവില്ലകളുടെ ഒരു ഇത് എന്ന് വെച്ചാൽ അവര് നിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനാ, പിന്നെ നമ്മളുടെ കൺട്രോളിലല്ല. പിന്നെ നമ്മൾക്ക് വെട്ടി കൊടുക്കാൻ മാത്രമേ ഇതുള്ളൂ, ചോയ്സ് ഉള്ളൂ. നമ്മള് ഈ ഭാഗത്തിനെ കഫ്റ്റീരിയ പറയുമ്പോൾ ആളുകൾ ഇവിടെ പറയുന്നുണ്ട് ഇതിന്റെ പൂക്കളെ കൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ട്. അതാണ് കഫ്റ്റീരിയനെ എങ്ങോട്ട് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ് അത്. പക്ഷെ ഇവിടെ വണ്ടികൾ ഇങ്ങനെ പോണതിന്റെ ഒരു ഇത് കംപ്ലീറ്റ് പൂക്കളാക്കും. പൂകൊണ്ടുള്ള ഒരു കൂടാരം പോലെ ആക്കിയിട്ട് അങ്ങനെ ആക്കണോ. പലരും പല സജഷൻസ് കിട്ടുന്നുണ്ട്. ഫൈനൽ ഡിസിഷനിലേക്ക് എത്തണുള്ളൂ. മെഷീനൊക്കെ വന്നു, പക്ഷെ എവിടെ വെക്കണം എന്നുള്ളത് നമ്മളൊരു സ്റ്റിൽ കൺഫ്യൂഷനിലാണ്. ഇതിനെ കുറച്ചുകൂടെ ഉയർത്തി ആക്കണോ അതോ വേറെ ഏരിയയിലേക്ക് നോക്കണോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പൂക്കള് എന്താ പറയാ, കാഴ്ചക്ക് ഭയങ്കര മനോഹരമായിരിക്കും. പക്ഷെ ശബ്ദം കാരണം നമുക്കൊരു ശാന്തമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടെ പറ്റിയ ഏരിയ അവിടെ പിറകിലും ഉണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഈ ഇതുപോലെ നിറയെ പൂക്കളായിട്ടൊരു ഇത് കൂടാരം അവിടെ സെറ്റ് ചെയ്ത് അവിടെ ഉണ്ടല്ലേ? കൂടാരം ഉണ്ട്, പക്ഷെ പൂക്കള് സെറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ആൾക്കാരെ പരിചയപ്പെട്ടെങ്കിൽ പരിചയപ്പെടാം. ഇത് വജീദ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. വജീദ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത് വാട്ടർ മെലണാ. ലാറ്റത്തുള്ളതൊക്കെ മണ്ണിലേക്ക് മാറ്റി. അത് നമ്മളെന്താ അറിയോ, ആളുകള് ഇതൊക്കെ ചില്ലി റെഡ് അങ്ങനത്തെ വെറൈറ്റികളാണ്. ചില്ലി യെല്ലോ, ചില്ലി റെഡ് അങ്ങനത്തെ വെറൈറ്റികളാണ്. അത് നിലത്ത് വെക്കാൻ പറ്റുമോന്ന് എല്ലാവരും വന്ന് ചോദിക്കും. അപ്പൊ നമ്മള് പരീക്ഷിച്ച് നോക്കാണ്ട് നമുക്ക് ഒരാൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ സീസണിന്റെ അവസാനം നമ്മളത് മണ്ണിലേക്ക് വെച്ചു. ഒരു മഴ കഴിഞ്ഞവരാ, അപ്പൊ വെക്കാം എന്നുള്ളത്. പക്ഷെ അത് ഗ്രാഫ്റ്റഡ് ആയിരുന്നു കേട്ടോ, റൂട്ടഡ് ആയിരുന്നില്ല, ഗ്രാഫ്റ്റഡ് ആയിരുന്നു. അപ്പൊ അതായത് ഒറിജിനലി അവരുടെ പേര് ഇന്ത്യൻ ആണ്. അങ്ങനെയാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നിലത്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. അവർക്കൊന്നും നിറച്ച് പൂവിട്ടിട്ടു. അതിപ്പോ മഴ കൊണ്ട് കൊഴിഞ്ഞത് അത് ഫുൾ പൂക്കളായിരുന്നു. ഇവരൊക്കെയും പുതിയ പുതിയ ആൾക്കാർ തന്നെയാണ്. ഇവരുടെ പേര് എന്താ അറിയോ, റോമിയോ ജൂലിയറ്റ്. 2 തരം പൂ ഒരു ചെടിയിലുണ്ടാവും. വയലറ്റും വെള്ളയും. ഇതൊക്കെയും കഴിഞ്ഞ സീസണിന്റെ അവസാനം വെച്ചതാ. ഇവരൊക്കെയും നമ്മുടെ ഇന്ത്യൻ ഒറിജിൻ അല്ലാത്ത ചെടികൾ തന്നെയാണ്. പക്ഷെ ഒക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ഇതിലേക്ക് നിറച്ച് ഫ്ലവർ ആയിരുന്നു. ഇതിലൊരു ഇല പോലും ഉണ്ടായിരുന്നില്ല. ഇതിലൊന്നും ഫുൾ ഫ്ലവർ ആയിരുന്നു. ഏത് ഈ വൈറ്റോ? ആ വൈറ്റ് അല്ല, ഈ വൈറ്റ്. ഈ വൈറ്റിന് പൊതുവെ ഇച്ചിരി മടിയുള്ള ആൾക്കാരാ പൂവിടെ. എന്ന് വെച്ചാ പൂവിട്ട് കഴിഞ്ഞാൽ നല്ലതാട്ടാ. പക്ഷെ ഇവര് വൈറ്റ് അല്ല, ഇവരുടെ കളർ ഇതാ. ഈ ഒരു പർപ്പിള് ചെറുതായിട്ടൊരു തുമ്പത്ത് വരുന്നുണ്ട്. ചെറുതായിട്ടല്ല, ശരിക്കും അതിന് നമ്മള് ലേസ് വെക്കില്ലേ, അതുപോലെ പർപ്പിള് വരുന്നവരാ. കെലീസ എന്ന് പറഞ്ഞ വെറൈറ്റിയാ. പക്ഷെ അത് എല്ലായ്പ്പോഴും അതിന്റെ കണ്ടീഷൻസ് ഫേവറബിൾ ആകുമ്പോൾ മാത്രമാണ് അത് അങ്ങനെ കാണിക്കുള്ളൂ. അല്ലാത്തപ്പോൾ അവര് ഇതായിരിക്കും, വൈറ്റ് കളറിൽ തന്നെയാണ് വരിക. അടുത്ത സീസൺ അതായത് ഈ മഴക്കാലത്തിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഷെഡുകളൊക്കെ ചെയ്ത് ഇപ്പോൾ ടേബിളും, കഴിഞ്ഞ വർഷം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തു. കാരണം മഴയിൽ കുറേ ചെടികൾ പോയില്ലേ, അപ്പോൾ നമ്മൾ ടേബിൾ ചെയ്തു. ഇപ്രാവശ്യം ഷെഡുകളും ചെയ്തു. ഒരു 4-5 ഷെഡുകൾ ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഒരെണ്ണാണ് ഇത്. അപ്പോ ഇനിയിപ്പോ വർഷക്കാലത്ത്, കഴിഞ്ഞ വർഷക്കാലത്തും ധാരാളം എൻക്വയറി ഉണ്ടോ ചോദിച്ചിട്ട് അപ്പൊ അന്നൊന്നും കൊടുക്കാം, സെയിൽ നടന്നിരുന്നില്ല. സെയിലും അല്ല, ചെടികളുടെ പൂവ് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് ഏത് ചെടിയാണ് എന്ന് അറിയാനും പറ്റില്ലേ, പൂവ് ഉണ്ടാവുമ്പോഴല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പോഴേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷക്കാലത്തേക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും നമ്മൾ കണ്ടറിയണം. നാടൻ മുല്ല. അതെ, ഇത് മുല്ലവള്ളിയും തേന്മാവുമായിട്ട് ഞാൻ വെച്ചതാ. പക്ഷെ തേന്മാവ് ഭയങ്കര ഇതായി,
ബുദ്ധിമുട്ടായി. കാരണം മാങ്ങ വീണിട്ടേ ചെടികൾ പൊട്ടുക. എന്നിട്ട് ഇത് മൂവാണ്ടന ഇപ്രാവശ്യം പൂത്തുണ്ട്. മാങ്ങ ഉണ്ടായില്ലെന്ന് തോന്നുന്നു, കാരണം കഴിഞ്ഞ വർഷം വെട്ടിയതല്ലേ. ഈ ചെടി ഇതിന്റെ പേര് അത് വീട്ടിലത്തെയാ. അത് അഡീനിയം. അത് വീട്ടിലത്തെ ചെടികളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു. കാരണം അവിടെ ഗാർഡനറെ നോക്കുമ്പോ അത്ര അങ്ങോട്ട് ശരിയാവണില്ല. അപ്പൊ പിന്നെ അവിടെ അറ്റൻഷൻ ഇല്ലാണ്ടിരിക്കണേക്കാൾ ഇവിടെ എപ്പോഴും ആളുണ്ട്, എപ്പോഴും ശ്രദ്ധിക്കാനും പറ്റും. വെള്ളം ചെയ്യാനല്ല അപ്പൊ ചോദിക്കുന്നവർക്ക് കൊടുക്കണം. എന്തേലും ഒരു 500 എണ്ണം ഉണ്ടായിരുന്നു. ഇതില് കുറെ എണ്ണം കഴിഞ്ഞ മഴയിൽ പോയിട്ടാ. അപ്പൊ അപ്പോഴാണ് ഞങ്ങൾ കൊടുന്നത്. ഇതിന് മഴ പറ്റില്ലല്ലോ. പറ്റില്ല. അതാണ് ഇവിടെ ഷെഡ് ഉണ്ട്. നമുക്ക് വീടിന്റെ മുന്നിൽ ഷെഡ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ വർഷക്കാലം വരുമ്പോ ഇതിന് ഇങ്ങോട്ട് എടുത്തു വെക്കാം. അതെ, നിറച്ച് പൂവൊക്കെ ആയി. കുറെ ആളുകൾ ചോദിക്കുന്നവർക്ക് കൊടുക്കും, എന്നാലും അത് സെയിലിനെ പ്രൊമോട്ട് ചെയ്യാനല്ല. ഞാൻ അത് വെറുതെ ഇത് കണ്ടപ്പോ നമ്മളുടെ ഒരു ഇനിയിപ്പോ ബോഗൺവില്ലയുടെ കൂടെ ഈ അഡീനിയം കൂടി ചേച്ചി തുടങ്ങുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു. അഡീനിയം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ ഞാൻ ഇനി അങ്ങനെ കുറെ എണ്ണം കൂട്ടണ്ടെന്നുള്ളൊരു. ഇവിടത്തെ പൂക്കളൊക്കെ തല ഉയർത്തിയിട്ട് നിൽക്കണം, കാരണം ഇവർക്ക് മഴ കിട്ടിയിട്ടില്ലല്ലോ, ഉള്ളിലായ കാരണം. അതാണ് നമ്മൾ അടുത്ത റെയിനി സീസണിലേക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയണേ. അപ്പോഴത്തേക്കും ഇവര് സെറ്റായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഭയങ്കര സ്ലോലി ഗ്രോ ചെയ്യണ ഒരു ചെടിയാണ്. ഇതിന്റെ മദർ പ്ലാന്റ് വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണമായിരുന്നു, അത് പൊട്ടുകയും ചെയ്തു. ഗ്രാഫ്റ്റഡ് അത് പൊട്ടി. അപ്പോൾ ഞാനത് റൂട്ടിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. റൂട്ടിൽ അത് പിടിച്ചു, പക്ഷെ അത് വലുതാവാനായിട്ട് നല്ല താമസമാണ്. ഇതിപ്പോ എത്ര നാളെ ഇതൊക്കെ ഒപ്പം ചെടികളാണ്. പക്ഷെ ഇതിന്റെ ഗ്രോത്തും ഒരു വർഷത്തെ ചെടിയാണിത്. ഒരു വർഷം കൊണ്ട് വളർന്നതാണ് ഇത്ര. അതെ, അതിന്റെ മദർ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഇത്ര ഉണ്ടാവും, അത്രയുള്ള. അതിന് കിട്ടുന്നതും ഒരു ഇച്ചിരി സ്റ്റെമ്മിൽ ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടാനും എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായി. റൂട്ടിൽ കിട്ടി, സ്റ്റെമ്മിൽ കിട്ടാം. ഈ വർഷം പുതുതായിട്ട് ഇവിടെ സിറാമിക് പോട്ട്സിന്റെ സെയിലും കൂടി തുടങ്ങിയിട്ടുണ്ട്. ഡയസ് പറയായിരിക്കും അതിന് നല്ലത്, കാരണം പുള്ളിയാണ് ഇവിടെ ഇപ്പൊ സെയിലിലേക്ക് ഉള്ളത്. അപ്പൊ സിറാമിക് പോട്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാനായിട്ട് ഡയസ് ചേട്ടനെ അറിയുള്ളൂ. അപ്പൊ സെറാമിക് പോട്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പണ്ടത്തെ മാതിരി ഏതെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ കേക്കോ ഒക്കെ കൊടുത്തേർന്നിട്ട് പണ്ടത്തെ മാതിരി ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഒരു ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ ടീച്ചർമാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ പാരൻസിന് കൊടുക്കുക, ഏജ്ഡ് ആയിട്ടുള്ള പാരൻസിന് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്നും ഷുഗർ എല്ലാവർക്കും ഷുഗർ ഉള്ളതുകൊണ്ട് പിന്നെ ഈ സ്വീറ്റ്സ് ഒന്നും കൊണ്ടുപോയി തന്നെ അതുകൊണ്ട് കളയുള്ളൂ. അപ്പോൾ അതിന് പകരം നമുക്കൊരു മെമ്മറബിൾ ഗിഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, കാലാകാലത്തോളം അത് നമുക്ക് സൂക്ഷിക്കാനും അതിന് നമുക്ക് സമയം കളയാനും വേണ്ടിയിട്ട് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് പലരും. അപ്പോൾ അതിന് ഒരു ചെടി വന്ന് എടുത്തു കഴിഞ്ഞാൽ, അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലത്തെ ഒരു പോട്ടിലേക്ക് റീപോർട്ട് ചെയ്ത് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആ ഉന്മേഷം ഒന്ന് വേറെയാണ്. ഇത് കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഡെയിലി വെള്ളം ഒഴിക്കുന്നു, ഡെയിലി അതിന് പരിചരിക്കുന്നു. എന്നും അതിനെ കാണുമ്പോഴൊക്കെ ഈ തന്ന ആളെ നമ്മൾ ഓർക്കും. സ്വീറ്റ്സ് ആണെങ്കിൽ കഴിച്ചു കഴിഞ്ഞു മറന്നു. ആ സ്വീറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ മറക്കും മാത്രമല്ല, ഇത് എത്ര കഴിക്കും നമ്മള്. ഒരു കേക്ക് കൊണ്ടു കഴിഞ്ഞാൽ എത്ര കഴിക്കും നമ്മള്? ഒരു പീസ്, അതിനപ്പുറത്തേക്ക് കഴിക്കില്ല. അപ്പൊ ഇതാവുമ്പോ നമ്മുടെ വീട്ടില് കാണുമ്പോ ആരെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് എങ്ങനെയാ, നമുക്കും ഒരു സിഗ്നേച്ചറാണ്. നമ്മുടെ ഇത് കടലാസ് പൂന്ന് വാങ്ങിച്ചു, അത് നമുക്കൊരു സിഗ്നേച്ചറാണ്. കൊടുത്ത ആളെ ഓർമ്മിക്കാൻ ഒരു മാർഗമാണ്. അതുപോലെ തന്നെ ഇവർക്ക് കാലത്തൊന്ന് എഴുന്നേറ്റു, അതിനെ പരിപാലിച്ചു, അതൊരു വേറൊരു സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം അത് ഒറ്റയ്ക്ക് വാങ്ങിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇതിപ്പോ പല വലിപ്പത്തിലുള്ള സെറാമിക് പോട്ട്സ് ഉണ്ട്. അതെ അതെ. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇത് 3 സെറ്റാ, ഒരെണ്ണത്തിൽ 3 പീസാ, വലിപ്പ ചെറുപ്പം അനുസരിച്ച്. അങ്ങനെയാണ് ഇതിന്റെ റേറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ ഒരു സെറ്റ് ആയിട്ടേ കിട്ടുള്ളൂ? അല്ല, നമ്മൾ പീസായിട്ട് കൊടുക്കുന്നുണ്ട്. പീസായിട്ട് കൊടുക്കുമ്പോ അതിന്റെ ബാക്കികളാണ് ഇപ്പൊ ഇരിക്കുന്നത്. വലുത് പോയി. പല തരത്തിലുണ്ട്. ബോൺസായി ഉണ്ട്, സ്ക്വയർ ബോൺസായി ഉണ്ട്, റൗണ്ട് ബോൺസായി ഉണ്ട്. അങ്ങനെ പിന്നെ കപ്പ്, അത് മേലെ കാണാം നമുക്ക്. കപ്പ്, നമ്മുടെ ചായ കുടിക്കുന്ന കപ്പ് പോലത്തെ ഇൻഡോർ പ്ലാന്റ്സിന്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗമാണ് മുകളിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോ ഇത് കഫ്റ്റീരിയ ആക്കാനായിട്ട് പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഇവര് ചെയ്തേ. പക്ഷെ ഇപ്പൊ ഇത് സിറാമിക് പോട്ട്സിന്റെ ഡിസ്പ്ലേക്കുള്ള സ്ഥലമായി. കഫ്റ്റീരിയ എന്ന് വെച്ചാലേ ഞങ്ങൾ പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് വെച്ചാല്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റെപ്പ് കയറി മേലെ കയറി ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അവർ പറഞ്ഞു. ഞങ്ങൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തതാണ്, ടേബിളും ചെയറൊക്കെ റെഡിയാക്കിയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആൾക്കാർ കയറി ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങള് ഇതിനെങ്ങനെയാക്കി, ഇനി ഇവിടെ ഞങ്ങൾ ടേബിൾ ഇട്ട് ചെയർ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഇരിക്കും ചെയ്യാം. അതിനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ചായയൊക്കെ പോലെ
ചായ കുടിക്കാൻ പറ്റില്ല, അടിയിൽ ഓട്ടയുണ്ട്. ചെടി വയ്ക്കാൻ തന്നെ പറ്റൂ. പല രീതിയിലുള്ള ശംഖുകളുണ്ട്, പിന്നെ ടോട്ടൈസ്, പല ഷേപ്പുകളിലുള്ള സിറാമിക്. പിന്നെ മദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റിനുള്ള ഇത്, അതിനുള്ളിൽ ചെടി വെച്ചിട്ട് മദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ വലിയ ടൈപ്പ്, ഇതൊക്കെ വലിയ പോട്ടുകളാണ്. ഇത് സ്ക്വയർ പോട്ടുകളാണ് ബോൺസായിക്ക് പറ്റിയത്. ഇതിൽ 2 എണ്ണം ഉണ്ടാവും, 2 പീസ് ഉണ്ടാവും. ഇത് ഇതുപോലെ തന്നെ 3 പീസ് ഉണ്ടാവും. ഇതും ഇതുപോലെ തന്നെ 3 പീസ് ഉണ്ടാവും. പിന്നെ ഇത് ഓൾറെഡി ഞാൻ താഴെ കാണിച്ചു തന്നു 3 പീസ്. പിന്നെ ബോൺസായി, റൗണ്ട് ബോൺസായി, ഇതിലും 3 പീസാണുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വലിയൊരു പ്രോഫിറ്റ് ആഗ്രഹിച്ച് ചെയ്യുന്നൊരു സെയിൽസ് അല്ല. ഇതാണ് മെയിനായിട്ട് ലക്ഷ്യം. ഇതിന് നമ്മൾ ചെടികൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിനൊക്കെ ഇനി റേറ്റ് ഇതെല്ലാം വരുന്നത് ഇത് 200 റുപ്പീസാണ് വരുന്നത്. ഇത് 3 സെറ്റിന് നമുക്ക് വരുന്നത് 700 രൂപയാണ്. 3 പീസിന് വലിപ്പ ചെറുപ്പനുസരിച്ച് ഇതിന് 700 ഭയങ്കര ലാഭമാണല്ലോ. ഇത് ശരിക്കും ഒരു പീസിന് 700 രൂപയാണ്. സിറാമിക് പോട്ടിന് ഭയങ്കര 700 അല്ല 800 രൂപയാണ് ഒരു പീസിന്. ഇതൊരു സെറ്റ് എടുക്കണമെങ്കിൽ 1300 1400 രൂപയ്ക്കാണ് കൊടുക്കണത് പുറത്ത്. പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ 150 റേഞ്ചിലാണ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഇത് 150 റേഞ്ചാണ്. ഇത് 200 റേഞ്ചാണ്. ഇത് 250 ആണ്. അതുപോലെ തന്നെ ശംഖ് 150 റേഞ്ചിലാണ് വരുന്നത്. ഏറ്റവും റേറ്റ് കൂടുതൽ എത്രയാ? ഏറ്റവും റേറ്റ് കൂടുതലാണ് 800. നമ്മൾ 4 പീസ് കണ്ടില്ലേ, അതിനാണ് 150 രൂപ തൊട്ട് മേലോട്ടുണ്ട് 800 രൂപ. അതെ അതെ, അതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. ഇതൊക്കെ 1200 1300 ആ റേഞ്ചിലാണ് വരുന്നത്. സിമന്റ്, ഇത് സിമന്റ് അല്ല, സിമന്റ് അല്ല, ഇത് ഫൈബർ പോട്ടാണ്. അതിന്റെ മുകളിൽ സിമന്റിന്റെ ഒരു ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോ ഇവര് പറഞ്ഞ പോലെ ഇവരിതൊരു ബിസിനസ്, ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലല്ല ഈ സിറാമിക് പോട്ട് വെച്ചേക്കണേന്ന് ഇപ്പൊ മനസ്സിലായി റേറ്റ് കേട്ടപ്പോ. ഗിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇതിനു വേണ്ടി നമ്മുടെ മെയിൻ ഇത് ഫോക്കസ് പൂക്കളാണ്, ചെടികളാണ്. നമ്മളതിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെയും ഇത് ചൈനീസ് പോട്ടുകളാണ്. ഇത് ചൈനീസ് സെറാമിക് പോട്ട്സ് ആണ്. ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത് മുഴുവൻ നമ്മുടെ ഇന്ത്യൻ സെറാമിക് പോട്ടുകളാണ് ആദ്യം കണ്ടത്. ഇത് സെറാമിക് അല്ല കേട്ടോ, ഇത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീല്. സ്റ്റെയിൻലെസ് സ്റ്റീല് അത് പെയിന്റ് കോട്ടിങ് ചെയ്തിട്ടുള്ളതാണ്, ആർട്ട് വർക്ക് നടത്തിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വരുന്നത് 250 റുപ്പീസാണ്. ഇൻഡോർ പ്ലാന്റ്സ് സ്റ്റീലാണത്, പൊട്ടില്ല, തുരുമ്പ് പിടിക്കില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ സെറാമിക് പോട്ടിന്റെ ഒരു ഫിനിഷിംഗ് കിട്ടും ചെയ്തു. ഇതിനുള്ളിൽ വേറൊരു ചട്ടി ഇറക്കി വെക്കാൻ സാധാരണ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ഓട്ടയില്ല. ഓട്ടയുള്ളതുണ്ട്, അത് വേറെ ഉണ്ട്. അത് തന്നെ ഇതേ സെയിം തന്നെ ഓട്ടയുള്ളതും ഉണ്ട്. അപ്പോ അതിന് റേറ്റ് കൂടുമോ? ഇത് 250 റുപ്പീസാണ് പെർ പീസ്. ഇത് നമ്മൾ ഇവിടെ തുടങ്ങുന്നത് 125 റുപ്പീസിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതെല്ലാം 125 ആണ്. ഇൻഡോർ പ്ലാന്റ്സിന് ഇതെല്ലാം 125 ആണ്. ഞങ്ങൾ പ്രാവശ്യം പറഞ്ഞിരുന്നു നമ്മുടെ പ്രായമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കാൻ അസൗകര്യമുള്ള ആൾക്കാർക്ക് വീൽ ചെയർ അറേഞ്ച് ചെയ്യാന്ന്. വീൽ ചെയർ ഇവിടെ റെഡി ആയിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് കുറെ കാലമായി, ഇതുവരെ ആരും ഇതിലിരിക്കാൻ വന്നിട്ടില്ല. ഉണ്ട്. ഞാൻ വരുന്നവരോട് ഞാൻ പറയാറുണ്ട്. അപ്പൊ അവർ പറയും വേണ്ടകൊണ്ട് ഞങ്ങൾക്ക് നടന്നാൽ മതി എന്ന് പറയും. കാരണം എന്തോ അവർക്ക് ഇതിനുള്ള നടക്കാനാണ് താല്പര്യം എന്നുള്ളതുകൊണ്ട്. വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ ഒരു രോഗിയെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ പ്രായമായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇല്ലേ നടന്നോളാം, വീൽ ചെയർ കാണിച്ചു കൊടുക്കും ഞങ്ങൾ. പക്ഷെ എന്നാലും പറയില്ലേ ഞങ്ങൾ നടന്നോളാം. വീൽ ചെയറിൽ അവരുടെ ആൾക്കാർ ആരെങ്കിലും തള്ളി കൊണ്ടുപോകണം. അതായത് വീൽ ചെയർ ഉപയോഗിക്കുന്നവരുണ്ടാവില്ലേ വീട്ടിലൊന്നും അത്രയും നടക്കാൻ പറ്റാത്ത, എന്നാ പുറത്തേക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് വരണം, നടക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാണ്ട് വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോട്ടാ, ഇവിടെ വീൽ ചെയർ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ആരെങ്കിലും കൂടി ഉണ്ടാവണം. അവര് തള്ളി കൊണ്ടുപോകണം. നമുക്ക് അതിന് സ്റ്റാഫ് ഫെസിലിറ്റി ഇല്ല. നമ്മൾ ഇത് കൊടുക്കും, വീൽ ചെയർ കൊടുക്കും, അതിലിരുന്ന് അവർക്ക് എല്ലായിടത്തും യാത്ര ചെയ്യാം, നടന്ന് കാണാം. ഇത് നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നു. ഇത് നമ്മൾ 500 വെറൈറ്റീസ് ഇരിക്കുന്ന മദർ പ്ലാന്റ്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു.
ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോയിലൂടെയാണ് അത് ഫസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തത്. പക്ഷെ അതിലെന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ കാണാൻ വന്നിരുന്നു. ഇവിടെ നമ്മുടെ റോഡ് പണി ആയതുകൊണ്ട് ഒത്തിരി കറങ്ങി പിടിച്ചായാലും ആൾക്കാരോട് സന്ദർശിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അത് ക്ലോസ് ചെയ്തിരിക്കുക, തടഞ്ഞു വെച്ചിരിക്കുക, ആരെയും അതിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നില്ല. ഒരുപാട് മദർ പ്ലാന്റ്സിന് കംപ്ലൈൻറ്റ് വന്നു. നടന്നു പോയിട്ട് മുള്ളുകളാണല്ലോ, അപ്പോൾ അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ ഷോളോ കുടുങ്ങിയിട്ട് അവർക്ക് അതിന് പ്രാധാന്യം അറിയാതെ വലിക്കുമ്പോൾ പൊട്ടും. ഒക്കെ ഗ്രാഫ്റ്റഡും റൂട്ടറൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം ഇതൊക്കെ സെക്യൂർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരാളെ ഞങ്ങൾ പ്രവേശിപ്പിക്കാതെ വെച്ചിരിക്കുകയാണ്. അതും ഇങ്ങനെ ഈ UV ഷീറ്റ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്തേക്കാം, മഴക്കാലത്ത് പോവാതിരിക്കും. മഴക്കാലത്ത് ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഒരുപാട് വേറെ നഷ്ടങ്ങൾ വന്നു, വെള്ളം കെട്ടി നിന്നിട്ട്. അപ്പോൾ അതും ഞങ്ങളിതൊക്കെ സെക്യൂർഡ് ആക്കി വെച്ചതായിരുന്നു. പക്ഷെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഗംഭീര ഒരു സൈക്ലോൺ വന്നു, ന്യൂനമർദ്ദം വന്നു. അപ്പോൾ അതിൽ കുറേ പോയി, നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങള് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭയങ്കര വേനൽക്കാലം, ന്യൂനമർദ്ദം വന്നു, ഭയങ്കര മഴ. പക്ഷെ ഇപ്പൊ ഇത് മഴ പെയ്യുമ്പോ കുഴപ്പമെന്ന്, പക്ഷെ വേനൽ മഴയല്ല, ഇത് ന്യൂനമർദ്ദം കൊണ്ട് വന്ന മഴയാണ്. ഈ മഴ പെയ്യുമ്പോ കുഴപ്പമെന്ന് വെച്ചാൽ പൂക്കളെല്ലാം നനഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒക്കെ വാടി കിടക്കുകയാണ്. വാടിയല്ല, കനം വെച്ച് കിടക്കുകയാണ്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ബോഗൺവില്ലയിൽ ഇത്രയും വെറൈറ്റികളുണ്ടോ, വെറുതെ തള്ളുകയാണെന്നുള്ളത്. തള്ളല്ല, കൃത്യമായി പറയണു. ഇവിടെ വരുമ്പോ ഞങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാവും. ഇവിടെ വരുമ്പോ ഞങ്ങൾ കാണിച്ചു തരാം 500 വെറൈറ്റി. നിങ്ങൾക്ക് സമയവും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങളുടെ സമയം കൂടി നോക്കണം. എന്നെ പോലുള്ളവർ വന്നിട്ട് കയറില്ല. നമുക്ക് ഇപ്പൊ മജന്ത കളറിലല്ലാതെ എനിക്ക് ഒരുപോലെ തോന്നാം, വെള്ളയൊക്കെ ഒരുപോലെ എനിക്ക് തോന്നണേ. ടോട്ടലി അബൌട്ട് 2000 വെറൈറ്റീസ് ഉണ്ട് വേൾഡ് ലെവലില്. പക്ഷെ നമ്മളിവിടെ 500 വെറൈറ്റീസ് അബവ് ഉണ്ട്. നമ്മൾ ഓരോ വർഷം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത വർഷം വരുമ്പോ അടുത്ത പ്രാവശ്യം കൂട്ടണം എന്നുള്ള ആഗ്രഹമാണ്. ഇവിടെയൊക്കെ വെറുതെ കാട് പിടിച്ച് കിടക്കായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വരുമ്പോ. അതിന് വന്ന മാറ്റം നോക്കിയേ, വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന് പിന്നെ എല്ലാം നമ്മുടെ സ്ഥലം ന്യായകാരുണ്ട്, സുഖല്ലേ. ഇതെന്റെ സ്ഥലം, ഫുള്ള് എന്റെ സ്ഥലമായതുകൊണ്ട് പിന്നെ എനിക്കത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. ഒന്നുകൂടിയും ഇപ്രാവശ്യം ഡെക്കറേറ്റ് ചെയ്തു. ഇനി ഒന്നുകൂടി അറേഞ്ച് ചെയ്യാനുണ്ട്. അതിപ്പോ ഒരു 2 ആഴ്ചക്കുള്ളിൽ കുറച്ചുകൂടി അറേഞ്ച് ചെയ്യും. കണ്ട ഇങ്ങനത്തെ ഷീറ്റ് വേണം ഇടാനായിട്ട്. നമ്മളിട്ട മറ്റേ മൾച്ചിങ് ഷീറ്റ് അല്ല ഇടണ്ടേ, ഈ സാധനമാണ് ഇടണ്ടേ. അപ്പൊ പുല്ല് വരില്ല, തീരെ പുല്ല് വരില്ല, വെള്ളം ഇറങ്ങും ചെയ്യും. ഇങ്ങനത്തെയാണ് ഇടണ്ട ചേട്ടാ, ഇങ്ങനത്തെ പറമ്പുകളില്. ഫ്ലക്സ് ഇട്ടിട്ട് കാര്യമില്ല. പലരും ഫ്ലക്സ് ചീപ്പായിട്ട് കിട്ടുന്ന പറഞ്ഞിട്ട് ഫ്ലക്സ് ഇടുന്നുണ്ട്. അതിന്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങില്ല. പിന്നെ അത് മാത്രമല്ല, കാണാനും വൃത്തി ഉണ്ടാവില്ല. ഇതിപ്പോ നല്ല ഭംഗിയായി. ഇതിപ്പോ നമ്മുടെ കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. കൊയ്ത്ത് കഴിഞ്ഞ് വൈക്കോല് ബെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാഗ്യത്തിന് കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. അല്ലായിരുന്നുവെങ്കിൽ കർഷകർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ മജന്തയിൽ പെട്ട കളറാ കൂടുതൽ അല്ലേ? ഇത് നമ്മുടെ ഒരു ഓൾഡ് വെറൈറ്റീസ് വന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഇതിനും ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ? ഇത് നിലത്ത് കുളിച്ചിട്ടാ നമുക്ക്. നിലത്ത് കുളിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പടർത്താം. നിങ്ങൾ ഇത്ര കൊല്ലം കൊണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ നിങ്ങൾ വന്നപ്പോൾ. ശരിക്കും നിങ്ങളുടെ വീഡിയോ ആണ് സ്റ്റാർട്ടിങ്. എല്ലാ കൊല്ലം നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് തുടങ്ങാറ്. ഇക്കൊല്ലം അതാണ് ഞാൻ നിങ്ങളെ അന്വേഷിച്ചത്. ഇക്കൊല്ലം നിങ്ങളെ വെച്ചിട്ട് തുടങ്ങണം. നിങ്ങളാണ് രാശി ഞങ്ങളുടെ ഈ കാണേണ്ടത്. അപ്പൊ നിങ്ങളായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. കോഴിക്കോടിന്റെ അവിടെയൊക്കെ വെച്ചതൊക്കെ കോഴിക്കോട് ഒക്കെ മണ്ണിലെ വെച്ചേ. അപ്പൊ അതിങ്ങനെ ഒരു മരം പോലെ വന്നു. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മേലേക്ക് പൊന്തു. ഇതിപ്പോ നമ്മൾ കാണുന്നത് പിങ്ക് മാതിരിയാ എല്ലാം. നമ്മൾ ഈ കടപ്പുറത്ത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കടപ്പുറത്ത് പോയി കഴിഞ്ഞാല് കടലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആകെ നീലയാ എന്നത് മാതിരിയാണ്. അകലം നോക്കുമ്പോ ഒക്കെ പിങ്കാന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇതിന്റെ കളറ്, ഇതിന്റെ വേരിയേഷൻസ് മനസ്സിലായത്. ഇതെല്ലാം ഒന്നിൽ നിന്നും ഒന്ന് വ്യത്യാസമുണ്ട്. എല്ലാം ഒന്നിൽ നിന്നും ഒന്ന് വ്യത്യാസമുണ്ട്. ശരി, അവിടെ നോക്കിയപ്പോ എല്ലാം പിങ്ക് ആയിട്ട് തന്നെ തോന്നിയേ. ഈ 500 വെറൈറ്റികൾ ഓരോന്നും പേര് ഓർത്ത് വെക്കാനും ഇതിന്ന് കണ്ടെത്താനും ഭയങ്കര പണിയാ. ചേച്ചി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തു. ശരിക്ക് അല്ല, ബൈ ഹാർട്ടിന്റെ മാത്രമല്ല കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം പഠിക്കാൻ പറ്റുന്ന സാധനമല്ല. അതിന്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവണം. ഈ പാഷൻ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇരിക്കില്ല. ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ കുറെ ശ്രമിച്ചതാ. എനിക്ക് ഒരു 10 പേരിന് കൂടുതൽ എനിക്ക് അറിയില്ല. എന്നാൽ ആ പേരുകൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, എനിക്ക് ചോദിക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ ബോൺസായികൾ ആയിരിക്കുന്നത്, സിമന്റ് ചട്ടിയിൽ ഇരിക്കുന്നത്. അതൊരു അസ്തമയ സമയത്ത് വരികയാണെങ്കിലാണ് ഇവിടുത്തെ ആ ബ്യൂട്ടി കാണുക. അവിടെ നിന്നാണ് അസ്തമയം. അതിലേക്ക് ആ ഒരു പ്രകാശം അടിക്കുമ്പോ ഭയങ്കര വൈകുന്നേരം വന്നവിടെ ഭയങ്കര തിരക്കല്ലേ. വൈകിട്ട് നല്ല തിരക്കായിരിക്കും. നടന്ന് ഇങ്ങനെ ഇവർക്കായാലും നമ്മുടെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും പറഞ്ഞു തരാനൊന്നും പറ്റില്ല.
അതുകൊണ്ടാണ് നമ്മൾ നേരെ വെളുത്തപ്പന്നെ വന്നത്. ഇന്നലെ ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. ഇന്നലെ റീൽസ് എടുക്കുന്നവര്, ഫോട്ടോ എടുക്കുന്നവര്, വാങ്ങുന്നവരും ഉണ്ട് കേട്ടോ. ഒരുവിധ ആൾക്ക് വാങ്ങുന്നുമുണ്ട്. പക്ഷെ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സന്തോഷം ഇങ്ങനെ വന്ന് കാണുന്നതും വീഡിയോ എടുക്കുന്നതും മനസ്സിന് ഭയങ്കര കുളിർമ വരുന്ന ഒരു സംഭവം. ഇതിപ്പോ വർഷക്കാലാവുമ്പോ ഇതിനെ കട്ട് ചെയ്ത് നിർത്തൂ. ഇതിപ്പോ ഞങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ പല കളറുകളും മറ്റേ ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റും പലതും. നല്ല നല്ല ചെടികളാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തും, ബോൺസൈ ആക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പാടിയൊരു സ്ട്രക്ചർ കഴിഞ്ഞ വർഷം റെഡി ആയിരുന്നു, അതൊന്ന് ഫുൾഫിൽ ചെയ്തു. അപ്പോൾ മഴ അല്ല, ഇത് മറ്റേത് ഷെഡ് ഇട്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ പുതിയ വെറൈറ്റി ചെടികൾ, പുതിയ ചെടികൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു 4ാമത്തെ ബാച്ചാ ഞങ്ങളുടെ. ഞങ്ങൾ ബാക്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചട്ടികളിൽ. ഇവിടെയൊക്കെ പുതിയ ചെടികളെ ഇതെല്ലാം പുതിയ ചെടികൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വേര് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇത് വെയിലത്തേക്ക് മാറ്റും. വെയിലത്തേക്ക് മാറിയാലാണ് പൂക്കൾ വരിക. പൂക്കൾ വന്നതിന് ശേഷം ഞങ്ങൾ മുമ്പിലേക്ക് കയറ്റുള്ളൂ. കാല് ഞാൻ പുറത്തു കൊടുക്കാനാ. പുറത്തു കൊടുത്തിട്ട് ലൈനായിട്ട് ഓരോന്നിനും കാല് കൊടുക്കാതെ ഒരു പുറത്തു കൊടുത്തിട്ട് ലൈനായിട്ട് അങ്ങോട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കയറ്റാനാ. അങ്ങനെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, വരിവരിയായിട്ട് വെച്ചിട്ട് അറ്റത്തറ്റത്ത് മാത്രം കാല്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു 500, ഇതിപ്പോ എല്ലാത്തുമ്പിലും 500 രൂപ, 500 എണ്ണം. അല്ല, എല്ലാത്തുമ്പിലും ഉണ്ടാവാണെ സെയിൽ ചെയ്യാണ്ടാവില്ല. സെയിൽ ചെയ്യില്ല. അത് നമ്മുടെ അന്ന് നമുക്ക് ഒരു ആഗ്രഹം തോന്നി, ഇന്നത് വെച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നമ്മളത് വാങ്ങിച്ച് വെച്ചു. അന്ന് പണിക്കാർക്ക് കുറച്ച് ഫ്രീ ഉള്ള ടൈം ആയിരുന്നു, അപ്പൊ അവർക്ക് പണി കൊടുത്തു. അതിന്റെ അടിയിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ മൊന്തിച്ചൊന്നും ഞാനും ശ്രദ്ധിച്ചില്ല. അതൊക്കെ വെട്ടിക്കളയണം. അതിന്റെ അടിയിലൊക്കെ ഇതാ ചട്ടി കണ്ട, ഇതാ അതിന്റെ അടിയിൽ ആ റോ അങ്ങനെയുണ്ട്, ഈ റോ ആ റോ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതെന്തിനാന്ന് മനസ്സിലായോ? ഈ അരങ്ങ് അറിയാത്തവർക്ക് ഒരു ഇൻഫോർമേഷനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. വേണമെങ്കിൽ ഇത് കാക്കശല്യം ഒഴിവാക്കാനുള്ളൊരു മാർഗ്ഗമാണത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ട് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര കാക്കശല്യമായിരുന്നു ഇവിടെ. കാരണം ചട്ടിയിലുള്ളിൽ നിന്ന് വെച്ചിട്ടുള്ള കമ്പുകളെല്ലാം പറിച്ചു കൊണ്ടുപോകുക അവർ കൂട് വയ്ക്കാനായിട്ട്. ഏറ്റവും നല്ല വെറൈറ്റി സാധനങ്ങൾ പറിച്ച് ഏറ്റവും വില കൂടിയ അതുപോലെ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള സാധനം മാത്രം നോക്കിയിട്ട് അവർ ചിലപ്പോൾ അത് പറിച്ച് അവിടെ ഇടും, പറിച്ചിട്ട് നോക്കും, ഇളക്കി നോക്കും, എന്നിട്ട് അതിലത്തെ നല്ലതാണെന്ന് തോന്നിയാ മാത്രം എടുത്തോണ്ട്. അത് അതുകൊണ്ട് ഞാൻ എന്റെ ഏരിയ കംപ്ലീറ്റ് ഇപ്പൊ വെച്ചിരിക്കുക. അപ്പൊ അതിനുശേഷം വരുന്നില്ല? ഇല്ല. ഈ തിളക്കം അവർക്ക് പറ്റില്ല. നമ്മുടെ രാജലക്ഷ്മി ചേച്ചി പറയാറുണ്ട് ഇത് കെട്ടാൻ, നമുക്ക് തത്തമ്മകളൊന്നും വരാണ്ടിരിക്കാനേ. ഇതാണ് പാഡി നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട്. തൽക്കാലം ഞാനിപ്പോ സിമന്റ് ബോർഡ് അല്ല, മഴ കൊണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രണ്ടിൽ കിടക്കുന്നത് മഴ കൊണ്ടിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ സീസണപ്പോൾ മഴ കൊണ്ടോണ്ട് കുഴപ്പമൊന്നുമില്ല. അടിയിൽ അത്രയും സപ്പോർട്ട് കൊടുക്കണം. മറ്റേ സെൽഫി പോയിന്റ് അവിടെ അടിയിലിട്ടേക്കണതും ഇത് തന്നെയാണ്. അത് കഴിഞ്ഞ കൊല്ലത്തെ ഫുള്ള് മഴ കൊണ്ടു, ഈ കൊല്ലത്തെ ഇപ്പൊ ഇനി കൊള്ളും. മഴ കൊണ്ടോണ്ട് കുഴപ്പമില്ല, പക്ഷെ അത്രയും സപ്പോർട്ട് കൊടുക്കണം. രണ്ടിക്ക് രണ്ട് കള്ളിയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. കാണാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ്. ഞങ്ങളുടെ മാത്രം ഒരു സംരംഭമല്ല, ഇവരും കൂടി ചേർന്നിട്ടുള്ള സംരംഭമാണ്. അപ്പോൾ ഇവരാണ് ഞങ്ങളുടെ എല്ലാ എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ട്രെങ്ത് ഇവരാണ് ചെടികളെ പരിപാലിക്കുന്നതും നനയ്ക്കുന്നതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവരാണ്. ഞങ്ങളിവിടെ ഉണ്ടാവുന്നതല്ലാതെ ഇവരോടൊന്നും പറയണ്ട. ഇവർക്കറിയാം എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെല്ലാം ഒരു കൃത്യമായി എല്ലാ ഭംഗിയായി ചെയ്യും. ഇവിടെ നമ്മുടെ ഇതിൽ 3-4 പേര് നമ്മുടെ ഇവിടെ ഉള്ളവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഒഡീഷക്കാരാണ്. അവരൊരു താമസം കൊടുത്തിട്ടുണ്ട്, താമസിക്കാനുള്ള. ഇവരൊരു ഫാമിലി ഉണ്ട്, അവരൊറ്റ ഫാമിലി വരെ ചേട്ടനിയന്മാരും അവരാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ ബിസിനസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നില്ല. അത് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ആൾക്കാർ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് ഈ കളർക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 റെഡ് ഉണ്ട്. യെല്ലോ എന്ന് പറഞ്ഞാൽ 10-25 യെല്ലോ ഇവിടെ തന്നെ കാണാൻ നിങ്ങൾക്ക് ഒരു 5-10 യെല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പലതിനും പല വിലയാണ്. ചിലപ്പോൾ ഹൈ വാല്യൂ ഉള്ളതുണ്ട്, ചെറിയ വാല്യൂ ഉള്ളതുണ്ട്.
അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ചെറിയ വാല്യൂകളാവും. നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കും, അപ്പോൾ അവർ പറയും ഇതെനിക്ക് മതി എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ വില പറയാൻ പറയും, നമ്മൾ വില പറഞ്ഞു കൊടുക്കും. വേണം അയ്യോ എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഓൺലൈനിന് വേണ്ടി ശരിക്കും 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ്. അത് ഒഴിവാക്കാനും കൂടിയാണ്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ സെലക്ട് ചെയ്തു, നമ്മൾ ഇവിടെ കൊറിയർ അയച്ചു കൊടുത്തു നിൽക്കുക. കൊറിയർ അയച്ചു കൊടുത്ത് അവിടെ എത്തുമ്പോൾ അയ്യോ ഞാൻ ഉദ്ദേശിച്ച കളർ ഇതല്ല, അല്ല കാരണം ഫോട്ടോയിൽ കാണുന്ന കളറും നേരിട്ട് കാണുന്ന കളറും നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കസ്റ്റമേഴ്സിന് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡിയ അറിയുമെങ്കിൽ, അതായത് ഒരു ചെടിയുടെ പേര് അറിയുമെങ്കിൽ ആ പേര് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഐഡിയുള്ള ചെടി ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ വില അപ്പോൾ ഞങ്ങൾക്ക് അതിൽ പല വിലകളുടെ ഉണ്ടാവും, ചെറുതുണ്ടാവും വലുതുണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇന്ന വിലയുടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. പിന്നെ ചില കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവിടെ എത്തിച്ചു തരുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവരൊന്ന് സെലക്ട് ചെയ്ത് ഇതിപ്പോ ഈ 10 മൾട്ടി കളറാണ്. ഇന്നലെ പാർട്ടി വന്ന് എടുത്തു വെച്ചു. അപ്പൊ ഇന്ന് പെറ്റ്സ് വണ്ടിയിൽ കയറ്റി കൊടുക്കും ഞങ്ങള്. പെറ്റ്സിന്റെ വണ്ടി വരണം, ഓൾ കേരള പെറ്റ്സിന്റെ വണ്ടി ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് പിക്ക് ചെയ്ത് അവർ കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. അപ്പോൾ അത് അവർ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. അവരെന്നെ നേരിട്ട് പെറ്റ്സ് വണ്ടീനെ വിളിച്ച് ഞങ്ങൾ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കും. അവരെന്നെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവരെന്നെ വന്ന് കളക്ട് ചെയ്ത് അവരെന്നെ പേയ്മെൻറ്റ് കൊടുക്കുക. അതിൻ്റെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ യാതൊരു ബന്ധമില്ല. കൊറിയറിലായാലും അവർ തന്നെയാണ് ചെയ്യുന്നത്. കൊറിയർ ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിടും എന്നല്ലാതെ ചാർജസ് എല്ലാം അവരും ഞാൻ പേ ചെയ്യേണ്ടത്. കൊറിയറിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പെറ്റ്സ് വണ്ടിയാണ്. ലൈവായിട്ട് അവിടെ എത്തും, എളുപ്പമുണ്ട്, റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. മറ്റേതാകുമ്പോൾ ചെറിയ ചെടി നമ്മളെല്ലാം ചട്ടിയിലിരിക്കുന്നത്, അതൊന്ന് എടുത്തിട്ട് വേറെ കവറിലേക്ക് ആക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുവരെ ഉണ്ടായിട്ടില്ല, കസ്റ്റമേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് റീസെൻ്റ്ലി ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലേഡി മൂവാറ്റുപുഴയെന്നോ മറ്റോ വിളിച്ച് പറഞ്ഞു, ലേഡിയുടെ പേരൊന്നും പറയുന്നില്ല, വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇല്ല ചേട്ടാ അതിൻ്റെ റിസ്ക് ഒക്കെ ഞാൻ എടുത്തോളാം, എന്ത് പ്രശ്നങ്ങളും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ, അത്രയും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് അവരെടുത്ത് 8 ചെടി ഒരു ചെടിയുമേ 8 കളറിൽ ലേറ്റസ്റ്റ് വെറൈറ്റി ചെയ്തു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്കിത് കാണിച്ചു. ഞാൻ വീഡിയോ കോൾ കാണിച്ചു കൊടുത്തു, ടാപ്പ് വെച്ച് അളവ് കാണിച്ചു കൊടുത്തു, എത്ര ഹൈറ്റ് എത്ര ഗ്രാഫ്റ്റ് ഒന്ന് എണ്ണി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കാണിച്ചിട്ട് അവർക്ക് ഞാൻ പാക്കേജ് ഇത് കൊടുത്തോട്ടെ ചോദിച്ചു. പൈസ ഗൂഗിൾ പേ ചെയ്തു. ഓക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്ന വീഡിയോ, വണ്ടിയിൽ കയറ്റുന്ന വീഡിയോ എല്ലാം കാണിച്ച് സാധനം അവിടെ എത്തിയതിന് ശേഷം അവർ ഞങ്ങളുടെ ഇതിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് റിവ്യൂ ഇട്ടിരിക്കുന്നതാണ്. ഒരാളും ചെടി അവിടെ നിന്ന് വാങ്ങിക്കരുത്, വളരെ മോശം ചെടിയാണ് എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഇട്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ സെലക്ട് ചെയ്ത സാധനം, അവരെ വീഡിയോയിൽ കണ്ട് ഞങ്ങൾ ചെയ്യാത്ത സംഭവം അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്താണ്, ഞങ്ങൾക്ക് അതിനെ അടി കിട്ടി. അതുകൊണ്ട് അപ്പോൾ അവർ ഞങ്ങൾ വെബ്സൈറ്റിൽ കേട്ട് നെഗറ്റീവ് പറഞ്ഞു. അപ്പോൾ ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുത്തു, നിങ്ങൾ പറഞ്ഞിട്ടാണ്, നിങ്ങളുടെ വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വോയിസ് മെസ്സേജ് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ, എൻ്റെ ഭാഗം എനിക്ക് പ്രൂവ് ചെയ്യണല്ലോ. വോയിസ് മെസ്സേജ് കട്ട് ചെയ്തിട്ട് ഞാൻ പുള്ളിയുടെ ആ മെസ്സേജിൻ്റെ അടിയിൽ ഞാൻ അത് കൊടുത്തു. അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവ് കമൻസ്. പിന്നെ അതിന് ശേഷം ആ ലേഡി എന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാം അല്ലേ, നമ്മളൊരു സാധനം അവിടെ എത്തി, എന്തെങ്കിലും ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം. പറയാതെ നേരിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് അത് വളരെ മോശമാണ് ചെയ്യണത്. ഞങ്ങൾ ചെയ്യാത്തൊരു സംഭവം. അല്ല, അവർക്ക് ഞങ്ങൾ ഈ ഓൺലൈൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാ, എന്നിട്ട് പോലും ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അത് അവർ നെഗറ്റീവ് അടിച്ച് അത് കയറ്റി. അപ്പോൾ ആ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തു. നിങ്ങളെല്ലാം കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾ അയച്ചത് പാക്കിങ്ങും ലോഡിങ്ങും എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഇതൊരു ഇൻസിഡന്റ് ഇപ്പൊ റീസെന്റ് ഉണ്ടായ സംഭവമാണ്. അത് മനസ്സിന് വലിയ വിഷമമായി. അത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഓൺലൈൻ വേണ്ടത്. ഓൺലൈൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇവിടെ നേരിട്ട് വരിക, ഇവിടെ വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വന്നു കഴിഞ്ഞ് നേരിട്ട് കണ്ട്, ഇനിയിപ്പോ വാങ്ങണ്ടെന്നുണ്ടെങ്കിലും ഇവർക്ക് വരുന്നവരൊക്കെ വാങ്ങിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതാണ് ഈ കപ്പിൾസ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവരിവിടെ നടന്ന് ഇതൊക്കെ കണ്ട് എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവർക്ക് അതുപോലെ വേറെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഇത് കണ്ട് ആസ്വദിച്ച് ഇതിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുത്ത് റീലൊക്കെ എടുത്ത് പോണത് കാണുന്നതാണ് ഇവർക്ക് അതിലേറെ സന്തോഷമാണ്. പിന്നെ എത്ര വില കുറച്ച് കൊടുത്താലും ആൾക്കാർ എപ്പോഴും പറയും ഇത് ഭയങ്കര വിലയാ. ദയവ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നേക്കാളും കുറവ് റേറ്റിനാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ള ഇത്രയും പാഷനായിട്ട് നടക്കുന്ന ആൾക്കാരെ ഡീപ്രൊമോട്ട് ചെയ്യരുത്. ഇവരൊരു നഴ്സറി എന്നുള്ളൊരു കൺസെപ്റ്റേ അല്ല ഇവരുടെ. ഒരു നഴ്സറി കം ഗാർഡൻ എന്നുള്ള പോലെയാണ്. ഇനി ഇതിന്റെ ഇടയിൽ പറഞ്ഞത് ചായ കാപ്പിയുടെ മെഷീനൊക്കെ എത്തി,
കുറച്ച് നാൾക്കുള്ളിൽ ഇനി ഇവിടെ വരുന്നവർക്ക് കുട്ടികളെ ഇതിന്റെ ഉള്ളിൽ പാർക്ക് ഇരുന്ന് അങ്ങനെ കുറെ പ്ലാനുകളൊക്കെ ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, ആസ്വദിക്കാം. അപ്പൊ നിനക്ക് വരാനായിട്ട് പാർക്കിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലമാണ്, ഉള്ളിലുണ്ട് പുറത്തുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പുറത്തുണ്ട്. കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. തൃശ്ശൂർ കുന്നംകുളം റോഡില് നയ്യാര പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ്. അതായത് ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. തൃശ്ശൂരിന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ കേച്ചേരിന്ന് 2 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡില് നയര പെട്രോൾ പമ്പിന്റെ മുമ്പിൽ. ഈ കുന്നംകുളത്ത് തൃശ്ശൂർ അതായത് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഈ നയാര പെട്രോൾ പമ്പ് ഒന്നും നമ്മൾ കാണില്ല. നമ്മൾ തന്നെ നമ്മുടെ നോട്ടം ഇങ്ങോട്ട് വരും. അതെ. ഇനി കുന്നംകുളത്ത് തൃശ്ശൂർക്ക് പോകുമ്പോൾ ചൂണ്ടല് കഴിഞ്ഞ് 1.5 കിലോമീറ്ററിൽ റൈറ്റ് സൈഡില് നയര പെട്രോൾ പമ്പിന്റെ മുമ്പിൽ ലോങ്ങിനെ കാണാൻ പറ്റൂ. നിങ്ങൾ വരാ, കാണാ, ആസ്വദിക്കുക, വാങ്ങിക്കുക. അങ്ങനെ നമുക്ക് നിർത്താം. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.